സ്വർണ്ണവിപണി ഇനിയിപ്പം സീസണും കല്യാണ സീസണും ഒക്കെ ആകുകയാണ്. പക്ഷെ അപ്പോൾ സ്വാഭാവികമായും ഒരു ഡിമാൻഡ് ഗോൾഡിന് വരും. അത് കൂടാതെ തന്നെ ലോകവ്യാപകമായ നമ്മൾ മുൻ സംസാരിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഗ്ലോബൽ ആയ പ്രശ്നങ്ങൾ ഒത്തിരി, ഈ യുദ്ധങ്ങള് അതൊന്നും പൂർണ്ണമായിട്ട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രംപിന്റെ മുമ്പ് പറഞ്ഞ അദ്ദേഹത്തിന്റെ പോളിസികൾക്കൊന്നും അയവുകൾ വരുന്നു എന്ന് പറയുന്നതല്ലാതെ അതിനൊരു നിയമത്തിൻ്റെതായിട്ടുള്ള നീക്കങ്ങളിലേക്കൊന്നും കടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ലോകവ്യാപകമായി നിൽക്കുന്ന ആ ടെൻഷൻസ് ഈ സ്വർണത്തെ കൈവിടാൻ ആരെയും അനുവദിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഗവൺമെന്റുകളൊക്കെ തന്നെയാണെങ്കിലും ഇങ്ങനെ ടെൻഷൻ നിൽക്കുന്ന സമയത്താണല്ലോ അവരുടെ സെൻട്രൽ ട്രഷറികളിലേക്ക് ഗോൾഡ് വാങ്ങിച്ചു കൂട്ടുകയാണ് രാജ്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ വരും മാസങ്ങളിൽ സ്വർണ്ണവില ഇനിയും കൂടാനാണ് സാധ്യത. തീർച്ചയായും നമുക്ക് ഒരു പ്രതീക്ഷ ഇതിൽ വെക്കാൻ പറ്റുമോ? കാരണം ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങളും US താരിഫും കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും റീറ്റെയിൽ ഡിമാൻഡ് ഇതൊക്കെ ഉയർന്നത് മൂലമാണല്ലോ ഈ വർഷം വലിയ തരത്തിൽ വിലവർധനവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വന്നാൽ ഈ സകല റെക്കോർഡും ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവില ഒരു 70-80 റേറ്റിലേക്കൊക്കെ എത്തുമോ? ഈ ടെൻഷൻസ് ഞാൻ ഈ പറഞ്ഞതൊക്കെ അതിന് അയവോ അല്ലെങ്കിൽ കുറവോ വന്നാൽ തീർച്ചയായും വില കുറെ പഴയപടിയിലേക്ക് പോയില്ലെങ്കിലും നമ്മൾ ഈ പറയുന്ന 70-80ലേക്ക് 80ലേക്കെങ്കിലും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. തീർച്ചയായും. അതിനിടയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഈ സ്വർണ്ണവിലയൊക്കെ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഴയ സ്വർണം കടകളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം നല്ലതാണ്? ഇനിയും കാത്തിരിക്കുന്നതാണോ സ്വർണം സൂക്ഷിച്ചു വെക്കുന്നവർക്ക് നല്ലത്? അല്ലാതെ അത് ഒരു പരിധി വരെ ഇപ്പോൾ സ്വർണം ഇത്രയും അപ്രതീക്ഷിതമായ ഒരു വിലയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ 2000 മുതൽ എടുത്തു കഴിഞ്ഞാൽ 2024 വരെ ഉണ്ടായിരുന്ന വില കൂടുതലിന് 24 അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു 5000 രൂപയിൽ നിന്ന് 12,000 ഉയർന്നത് ഈ വർഷമാണ്. അതുകൊണ്ട് തന്നെ സ്വർണം അത്യാവശ്യക്കാരൊക്കെ കുറെയൊക്കെ വിറ്റുമാറുന്നുണ്ട്. എങ്കിലും കുറെ പേര് ഇനിയും വില കൂടും എന്നുള്ള പ്രതീക്ഷയിൽ വിൽക്കാതെ കീപ്പ് ചെയ്യുന്നുമുണ്ട്. നിലവിൽ ഈ സ്വർണം വില ഉയരുന്നത് കേരളത്തെ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ് ബാധിച്ചിരിക്കുന്നത്? പല കടകളിലും ആളുകൾ വരുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികൾ പൊതുവെ ഉയരുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അതാണല്ലോ, ഒരു ഉൽപ്പന്നത്തിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമല്ലോ. അത് തന്നെയാണ് സ്വർണത്തിലും സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പവൻ എടുക്കുക എന്ന് പറയുമ്പോൾ 1 ലക്ഷത്തിന് മേളിൽ വിലയായി. എങ്ങനെ സാധാരണക്കാരന് ഒരു സ്വർണം മേടിക്കാനാവും? അപ്പോൾ ആ വില സ്വർണ്ണ കച്ചവടക്കാരെ സംശോധനയിൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. സ്വർണ്ണ കച്ചവടക്കാരെ ഞങ്ങളുടെ ആത്മാർത്ഥമായി പറഞ്ഞാൽ ഒരു മീഡിയം റേറ്റിൽ നിൽക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഈ വില കൂടി ഷോക്കേസിൽ സ്വർണം വെച്ചതുകൊണ്ട് കച്ചവടം നടത്തില്ലെങ്കിൽ എന്താണ് പ്രയോജനം? കച്ചവടം കൊടുക്കൽ വാങ്ങൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് റേറ്റിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളൊക്കെ കുറെ വില കുറയാൻ ഞങ്ങളും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ജ്വല്ലറികൾ അത്ര വലിയ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ മിക്ക ജ്വല്ലറികളും നീണ്ട അവധി പറഞ്ഞാണ് ഇപ്പോൾ പണം കൊടുക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ്? ഇല്ല, അത് അങ്ങനെ ഒന്നും ഈ പറയുന്ന കാലാവധി ഒന്നും അങ്ങനെ കടം കൊടുത്ത് വിറ്റേച്ച് പോകുന്ന ആൾക്കാരൊന്നും ഇല്ല. എല്ലാം 1-2 ആഴ്ചയോ ചെക്ക് കൊടുക്കുമ്പോൾ കാലതാമസം വരുന്നതല്ലാതെ സ്വർണം വാങ്ങിയിട്ട് കടം പറഞ്ഞു വിടുന്ന ഒരു സ്വഭാവം കച്ചവടക്കാർക്ക് ഇല്ല. മാത്രമല്ല, ഒരു വിൽക്കാൻ വരുന്ന ആൾ അതിന് സമ്മതിക്കത്തുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.